Good morning and welcome to Varthamanam ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ട്രേഡ് യൂണിയൻ വേണ്ട, നേതാക്കളും വേണ്ട, തൊഴിലാളികൾക്ക് മാത്രമായി സമരം നയിക്കാം. തീർന്നില്ല. സമരം നയിക്കുന്ന ആ സമരഭൂമിയിലേക്ക് മുഴുവൻ ശ്രദ്ധയും ഏകോപിപ്പിക്കാം, മാധ്യമങ്ങളുടേതായാലും നേതാക്കളുടേതായാലും. അതിനുശേഷം സമരം വിജയിപ്പിക്കാം. സമരത്തിനിടയിലുള്ള എല്ലാ കൺസീലിയേഷൻ ചർച്ചകളിലും അവർക്ക് നേരിട്ട് പങ്കെടുക്കാം. ഒരു നേതാവിൻ്റെയും പ്രാതിനിധ്യം ആവശ്യമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരം മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടയിൽ ഉണ്ടായ വലിയൊരു സംഭവ വികാസമാണ്. ഒരു ചക്ക വീണ് ഒരു മുയൽ ചത്തു, അതുകൊണ്ട് എല്ലായ്പ്പോഴും ഇത് ആവർത്തിക്കണമെന്നില്ല എന്ന് പരിണിതപ്രജ്ഞനായ എം മണി പറഞ്ഞെങ്കിലും ഹാരിസൺ മലയാളം പ്ലാന്റേഷനിലെ സൂര്യനെല്ലി തോട്ടത്തിലേക്ക് വ്യാപിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നേതാക്കളുടെ പ്രസംഗങ്ങളോ ട്രേഡ് യൂണിയൻ്റെ കൊടിക്കൂറകളോ ഇല്ല എന്നത് ശരി. പക്ഷേ മൂന്നാർ സമരത്തിൽ നിന്ന് വ്യത്യസ്തമായി നേതാക്കളെ ആട്ടിപ്പായിക്കുന്ന അവസ്ഥ അവിടെ ഇല്ല. ട്രേഡ് യൂണിയൻ നേതാവായ രാജേന്ദ്രൻ MLA ബുധനാഴ്ച രാവിലെ ഈ സമരമുഖത്തെത്തിയിരുന്നു. എന്നാൽ മൂന്നാറിലേതുപോലെ പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക കൂടി രാജേന്ദ്രൻ ചെയ്തു. അങ്ങനെ തൊഴിലാളികൾ സമരം ചെയ്യും, തൊഴിലാളി നേതാക്കൾ പിന്തുണ പ്രഖ്യാപിക്കും. തെരഞ്ഞെടുപ്പും ബീഹാർ ജനതയും തമ്മിലുള്ള അകലം 1 മാസത്തിന് താഴെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബീഹാറിൽ സീറ്റ് വിഭജനം ഒടുവിൽ നടത്തിയത് BJPയുടെ ആഭിമുഖ്യത്തിലുള്ള NDA മുന്നണിയാണ്. ആ മുന്നണി തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥിയുടെ ലിസ്റ്റ് പുറത്തേക്ക് വിട്ടു. 43 പേരുടെ ലിസ്റ്റാണ് പുറത്തേക്ക് വിട്ടത്. BJPയുടെ നേതൃത്വം, നരേന്ദ്രമോദി അടക്കമുള്ള നേതൃത്വം ആ ലിസ്റ്റ് അംഗീകരിച്ചിരിക്കുന്നു. അംഗീകരിച്ച സാഹചര്യത്തിൽ സംജാതമായിരിക്കുന്ന ഒരു വിരോധാഭാസം, അതുമായി ബന്ധിപ്പിച്ച് വിമത ഭീഷണി BJPക്ക് ബീഹാറിൽ സംജാതമായിരിക്കുന്നു എന്നതാണ്. ഐയും എയും മുറുകുമ്പോഴും അയവില്ലാതെ സുധീരൻ ഉറച്ചു നിൽക്കുന്നു. അതുവഴി കോൺഗ്രസിലെ പ്രതിസന്ധി മൂർച്ഛിക്കുന്നു എന്നാണ് കേരള കൗമുദി നിരീക്ഷിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കിരൺ ബാബു തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്രകാരം: AI ഗ്രൂപ്പുകൾ യോജിച്ചെതിർക്കുമ്പോഴും തൻ്റെ നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ല എന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ വ്യക്തമാക്കിയതോടെ കോൺഗ്രസിലെ പ്രതിസന്ധി കൂടുതൽ മൂർച്ഛിക്കുന്നു. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇനിയും ഇടപെടുമെന്നും അത് KPCCയുടെ ധർമ്മമാണെന്നും പാർട്ടിയുടെ നന്മയെ കരുതിയാണ് തൻ്റെ തീരുമാനങ്ങളെന്നും സുധീരൻ വിശദീകരിച്ച കാര്യവും കേരള കൗമുദി ഈ വാർത്തയിൽ പറയുന്നു. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തെങ്കിലും വിവാദം ഭയന്ന് തീരുമാനം പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ വാർത്തയ്ക്ക് തൊട്ടുപിറകെ അത് പുറത്തേക്ക് വിടാൻ നിർബന്ധിതമാകും സർക്കാർ. അപ്പോൾ അതൊരു പുതിയ വിവാദമായി തീരുകയും ചെയ്യും. പാറ്റൂർ ഭൂമി തട്ടിപ്പ്, ബാർക്കോഴ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാടെടുക്കുന്നത് വഴി കസേരകൾ തെറിച്ച പാരമ്പര്യമുള്ള പോലീസ് ഓഫീസറാണ്, DGPയാണ് ജേക്കബ് തോമസ് എന്ന കാര്യവും നാം മറക്കരുത്. വെള്ളാപ്പള്ളി നടേശൻ്റെ അല്ലെങ്കിൽ വെള്ളാപ്പള്ളിമാരുടെ പുതിയ പാർട്ടി രംഗത്ത് വരുന്ന വാർത്ത മംഗളമെന്ന പത്രം മാത്രം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. SNDPയുമായി കൈകോർക്കാൻ ഞങ്ങളില്ല, അതൊരു സമുദായ സംഘടനയാണ്, അതുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ ഇന്നലെ പറയുകയുണ്ടായി. ഉമ്മൻചാണ്ടിയുടെയും ധനമന്ത്രി KM മാണിയുടെയും ആഭിമുഖ്യത്തിലുള്ള കുപ്രസിദ്ധമായ ഭരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രഷറി കാലിയാകാൻ പോകുന്ന വാർത്ത മംഗളം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, സുരേഷ് ബൈലൈനിൽ ആ വാർത്ത തരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ട്രഷറി കാലിയാകുന്നു എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമ്മെ തേടി വരുന്നത്. അതിൻ്റെ ഭാഗമായി ട്രഷറിയിൽ അവശേഷിക്കുന്ന അവസാന തുക കൂടി ബാങ്കുകളിലേക്ക് മാറ്റുന്നു എന്നുകൂടി സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം: സംസ്ഥാനത്തിൻ്റെ നിത്യച്ചെലവുകൾ പോലും നടത്താൻ ബുദ്ധിമുട്ടവേ ട്രഷറിയെ തകർക്കാൻ ഇടയാക്കിയ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട്. മുഖം നോക്കാതെ എല്ലാവരെയും കൊന്നു തള്ളിയ ശ്രീലങ്കൻ സൈന്യത്തിൻ്റെ നടപടിക്കെതിരെ UN-ൻ്റെ അന്വേഷണം വരുന്നു. ഹിന്ദു എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മാതൃഭൂമിയും ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. കാണുക: ശ്രീലങ്കയിൽ നടന്നത് കൊടും പീഡനം, അന്വേഷണത്തിന് അന്താരാഷ്ട്ര കോടതി വേണം. UNHRC, സൈന്യവും LTTയും ഒരുപോലെ ക്രൂരത കാട്ടി. ശ്രീലങ്കൻ സേനയും
LTTEയും തമ്മിൽ നടന്ന 2.5 പതിറ്റാണ്ടിലേറെ നീണ്ട യുദ്ധത്തിൻ്റെ കുറ്റകൃത്യങ്ങളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതി രൂപവത്കരിക്കാൻ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയുടെ നിർദ്ദേശം.